സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട 8 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കാണാം. ചോദ്യം ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. 8 ചോദ്യം ഇതൊക്കെയാണ്. ചില സമാന്തര ശ്രേണികളിലെ 2 പദങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയിലെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അങ്ങനെ എഴുതേണ്ട 5 ചോദ്യമുള്ളത്. ഓരോന്നിലും 2 പദം തന്നിട്ടുണ്ട്. ഇതിന്റെ 5 പദം വീതം എഴുതണം. ആദ്യത്തെ 5 പദം വീതം. ഒന്നാമത്തെ ചോദ്യം എന്താ? 3-ാം പദം 34, 6-ാം പദം 67. ഇതാണ് തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ആദ്യത്തെ 5 പദങ്ങൾ. രണ്ടാമത്തെ ചോദ്യം എന്താ? 3-ാം പദം 43, 6-ാം പദം 76 തന്നിട്ടുണ്ട്. മൂന്നാമത്തത് 3-ാം പദം 2, 5-ാം പദം 3. നാലാമത്തത് 4-ാം പദം 2, 7-ാം പദം 3. അഞ്ചാമത്തത് എന്താ? 2-ാം പദം 5, 5-ാം പദം 2. അപ്പൊ ഇതില് എളുപ്പത്തിൽ ചെയ്യാവുന്നതുകൊണ്ട് അല്പം പ്രയാസമുള്ളതുമുണ്ട്. നമുക്കത് പ്രയാസമുള്ളതാണെങ്കിലും എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. അടുത്ത 3 ചോദ്യങ്ങൾ എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 38, 9-ാം പദം 66, 25-ാം പദം എന്ത്? അപ്പൊ ഇതിലെ 25-ാം പദമാണ് കാണേണ്ടത്. മൂന്നാമത്തത് ഇതിലെ രണ്ടാമത്തെ ചോദ്യം 13, 24, 35 ഈ സമാന്തര ശ്രേണിയിൽ 101, 1001 എന്നീ സംഖ്യകൾ ഒരു പദമാണോ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ ലാസ്റ്റ് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഇങ്ങനെ ഇതിപ്പോ 3 സെക്ഷൻ ആയിട്ടുള്ളത്, 4 സെക്ഷൻ ആയിട്ടുള്ളത്. ഒന്നാമത്തെ സെക്ഷനില് 5 ചോദ്യം, പിന്നീട് വ്യത്യസ്തമായ 3 ചോദ്യങ്ങളും, ആകെ 8 ചോദ്യങ്ങൾ. ഇനി എന്താ വേണ്ടത്? ഇതിന്റെ ഓരോന്നിന്റെയും ഉത്തരം സിമ്പിളായിട്ട് ചെയ്യാൻ പഠിക്കുക, അല്ലെ? വലിയ പ്രയാസമൊന്നുമില്ലാതെ. അപ്പൊ ഇതില് ഒന്നാമത്തെ ചോദ്യം നമ്മൾ എടുക്കാം. അതെന്താ? 3-ാം പദം 34. 3-ാം പദം 34 എന്നുള്ളത് x3 എന്ന് എഴുതാം. അത് എത്രയാ? 34. പിന്നെ 6-ാം പദമാണ് x6, എത്രയാ? 67. ഇതില് എന്താ വേണ്ടത്? ഈ സീരീസിലെ ആദ്യത്തെ 5 പദങ്ങളാണ് വേണ്ടത് നമുക്ക്. അപ്പൊ ഇത് 3-ാമത്തതാണെന്ന് പറഞ്ഞു, ഇത് 6-ാമത്തതാണെന്ന് പറഞ്ഞു. ഇതിന്റെ പൊതു വ്യത്യാസമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ 5 ചോദ്യങ്ങളിലെയും പൊതു വ്യത്യാസമാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ വഴി? ആദ്യം ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക, അല്ലെ? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 67-ഉം 34-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 33. അതിനെന്ത് വേണം? ഈ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. 6 - 3 അതെത്രയാ? 3 ആണല്ലോ, അല്ലെ? ആ 3 കൊണ്ട് 33-നെ ഹരിക്കുക. അപ്പൊ എത്ര കിട്ടും? 11. ഇതാണ് ഇതിലെ പൊതു വ്യത്യാസം. d = 11. പൊതു വ്യത്യാസം 11 കിട്ടി. ഇനി 3-ാം പദം 34, അല്ലെ? അപ്പം 1, 2, 3, 4, 5 ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് ചോദ്യം. അതിൽ 3-ാം പദം 34. പൊതു വ്യത്യാസം 11 കിട്ടിയ സ്ഥിതിക്ക് 34, 11, 45, 45, 11, 56. 34-ന് 11 കുറച്ചാൽ 23, 23-ൽ നിന്ന് 11 കുറച്ചാൽ 12. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 12, 23, 34, 45, 56, 67 അങ്ങനെ. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താ? 3-ാം പദം 43, x3 43. പിന്നെ 6-ാം പദം 76, x6 67.
ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞൂടെ? എങ്ങനെ ചെയ്യും? കറക്റ്റ്. എന്താ? 67 43 കുറക്കുക, എത്ര വരും? 24 അല്ലെ? ശരിയല്ലേ? 24. ആ 24നെ എന്ത് ചെയ്യണം? 6 - 3 കൊണ്ട് ഹരിക്കണം. അപ്പൊ എത്ര വരും? 8. ഈ 8 എന്താണ്? ഇത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ഈ വഴി. അത് മറന്നു പോകരുത് കേട്ടോ. ഇനി പൊതുവ്യത്യാസം കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് പ്രശ്നമില്ല. എന്താ? 1 2 3 4 5. മൂന്നാമത്തെ പദം 43. രണ്ടാമത്തെ എത്ര വരും? പൊതുവ്യത്യാസം 8. അപ്പൊ 35. 27. 43 8 51. 51 8 59. 59 8 67. 60 കിട്ടുമല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാം പദം 2 ആണ്. x3 2. x5 എത്രയാ? 3 ആണ്. ഓർമ്മിക്കണേ, x3 2, x5 3. പൊതുവ്യത്യാസം എങ്ങനെ കാണേണ്ടത്? ആദ്യം ഈ പദല്ലേ 3ൽ നിന്ന് 2 കുറക്കുക, എത്രയാ? 1 ഹരിക്കണം 5ൽ നിന്ന് 3 കുറക്കുക, എത്രയാ? 2. അപ്പൊ എന്ത് കിട്ടി? 1/2. ഇതാണ് പൊതുവ്യത്യാസം. നേരത്തെ ചെറുതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. എന്താ? ഇതിന്റെ പൊതുവ്യത്യാസം നമുക്കൊരു ഭിന്നസംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്താ കാരണം? അതിന് കാരണം ഇത് തമ്മിലുള്ള ആ വ്യത്യാസം, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തന്നെ വളരെ ചെറുതാണ്. ഇത് 2 മൂന്നാം സ്ഥാനത്തെ അക്കം 2 5ാം സ്ഥാനത്തെ അക്കം 3 വരുന്നുള്ളൂ. അതായത് 2 കഴിഞ്ഞ് പിന്നെ 3ലേക്ക് എത്താൻ ആകെ 1 ഉള്ളൂ. പക്ഷെ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് എന്ത് വരുന്നത്? പൊതുവ്യത്യാസം അര വരുന്നത്. 2 മൂന്നാം സ്ഥാനത്തെ അക്കം 2, 4ാം സ്ഥാനത്തെ അക്കം എന്താ വരിക? 2.5, 5ാം സ്ഥാനത്തെ അക്കം 3. അങ്ങനെ അരയാണ് വരുന്നത്. ഇതിന്റെ ശ്രേണി നമുക്ക് എഴുതാം. മൂന്നാം സ്ഥാനത്തെ അക്കം 2 ആണ്. അപ്പം പൊതുവ്യത്യാസം അരയാണല്ലോ. അപ്പൊ 2.5 പിന്നെ 3. ഇവിടെ 1.5 അര കുറക്കുക വേണ്ടത് 1. 1 1.5 2 2.5 3. ഭിന്നസംഖ്യയാണ്. അപ്പൊ ചെറിയൊരു ഭിന്നസംഖ്യയാണ് എന്നുള്ള ചെറിയൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. പക്ഷെ വഴികളെല്ലാം നേരത്തെ പറഞ്ഞു. ആദ്യം എന്ത് കാണണം? സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. 1 കിട്ടി. അതിനെ ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2. 1നെ 2 കൊണ്ട് ഹരിച്ചാൽ അത് 1/2 ആയിട്ട് എടുക്കുക. അതിന്റെ പൊതുവ്യത്യാസം അര. ബാക്കിയുള്ളത് നേരത്തെ നമ്മൾ കണ്ട പോലെ പിന്നെ അതനുസരിച്ച് പൊതുവ്യത്യാസം ഇങ്ങേ ഭാഗത്തേക്ക് കുറക്കുക, അങ്ങേ ഭാഗത്തേക്ക് കൂട്ടുക. ക്ലിയർ? നാലാമത്തെ ചോദ്യം ഇത് എന്താ? 4ാം പദം 2, x4 2. പിന്നെന്താ? 7ാം പദം തന്നിരിക്കുന്നത്. 7ാം പദം എത്രയാണ്? 3. അപ്പം ഇതേപോലെ തന്നെ 3 - 2 1 ഹരിക്കണം 7 - 4 3. അപ്പൊ പൊതുവ്യത്യാസം എന്താ വന്നിരിക്കുന്നത്? നോക്കൂ, 1/3. 1/3. ഇനി ഇതിന്റെ ശ്രേണി എഴുതണം അല്ലെ? ആദ്യത്തെ 5 പദം 1 2 3 4 5. ഇതില് 4ാം പദമാണ് തന്നിരിക്കുന്നത് 2. 4ാം പദം 2. 5ാം പദം എത്രയാ? അതിനോട് 1/3 കൂട്ടുക. 2 1/3. ഇതിൽ നിന്ന് 1/3 കുറക്കണം ഇങ്ങോട്ടേക്ക് അല്ലെ? അപ്പൊ എത്ര വരും? 1/3 കുറക്കുമ്പോ 2ൽ നിന്ന് കുറയാ ചെയ്യുക അല്ലെ? അപ്പം എന്ത് വരും? 1 2/3. 1 2/3. ഇവിടെ എന്ത് വരും?
ഇതിൽ നിന്ന് വീണ്ടും 1/3 കുറക്കുക. 2/3 നിന്ന് 1/3 കുറച്ചാൽ എന്ത് വരും? അത് 1/3 കിട്ടും. അതായത് 1/3 1/3 നിന്ന് വീണ്ടും ഈ 1/3 കുറക്കണം. ഇതാണല്ലോ പൊതു വ്യത്യാസം കിട്ടിയിരിക്കുന്നത് ഡി അല്ലേ? അപ്പൊ എത്ര വരും? 1. അപ്പൊ ഇതിന്റെ ശ്രേണി എന്തൊക്കെയാണ്? ആദ്യത്തെ 5 പദങ്ങൾ 1 1 1/3 1 2/3 2 2 1/3 അത്രയും. ഇനി ലാസ്റ്റ് 5ാമത്തെ ചോദ്യം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്താ? രണ്ടാം പദം 5 x2 സമം 5. പിന്നെ 5ാം പദം 2 x5 that is 2. സംഖ്യകൾ തമ്മിലുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 -5 അത് -3 ആണ്. ഹരിക്കണം 2 -5 എന്ന് പറയുന്നത് -3 ആണ്. ഹരിക്കണം എന്താണ്? ഇവ തമ്മിലുള്ള വ്യത്യാസം 5 -2 അത് എത്രയാ? അത് 3. -3 ഹരിക്കണം 3 എത്ര വരും? -1. ഇതാണ് പൊതു വ്യത്യാസം. മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴും ഇതിന്റെ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ആദ്യം എന്താ വേണ്ടത്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ തൊട്ടപ്പുറത്തെ പദത്തിൽ നിന്ന് ഇതിൽ നിന്ന്, ഇതാണല്ലോ രണ്ടാമത് വരുന്നത്. ആദ്യം ഇത് വന്ന ശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് കുറക്കണം. അപ്പൊ 2ൽ നിന്ന് 5 കുറക്കണം. 2ൽ നിന്ന് 5 കുറക്കുമ്പോൾ -3 കിട്ടുക. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാലോ. എന്നിട്ട് എന്ത് വേണം? ഇനി ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 -2 എത്രയാ? 3. -3 ഹരിക്കണം 3 സമം -1. അതാണ് പൊതു വ്യത്യാസം. ഇനി അത് വെച്ചാണ് ചെയ്യേണ്ടത്. x2 സമം 5 ആണ്. അപ്പൊ നമുക്ക് സീരീസ് എഴുതാം. 1 2 3 4 5. x2 5 ആണ്. x2 അപ്പൊ ഇത് 5. ഇങ്ങോട്ട് വരുമ്പോ എത്ര വരും? ഇതിന്റെ കൂടെ 1 കൂട്ടുക അല്ലെ? മൈനസ് ഓഫ് മൈനസ് ആണ്. അപ്പൊ എന്ത് വരും? 6 6 5. ഇതിൽ നിന്ന് -1 4 -1 3 -1 2 6 5 4 3 2 ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു ശ്രേണിയാണ്, സമാന്തര ശ്രേണിയാണ്. അപ്പൊ ആദ്യത്തെ 5 ചോദ്യങ്ങളായി ഓരോന്നിന്റെയും ഉത്തരവുമായി. ക്ലിയർ? എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയം, മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തന്നെയോ അതിന്റെ സംശയം ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ എനിക്കാകുന്നത് പോലെ ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 3 ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും കാണാം. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 38. 5ാം പദം x5 സമം 38. 9ാം പദം 66. x9 സമം 66. 25ാം പദം x25 അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ പൊതു വ്യത്യാസം കാണണം. പൊതു വ്യത്യാസം കാണാൻ നേരത്തെ നമ്മൾ 5 ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതിന് മുമ്പും നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പൊതു വ്യത്യാസം കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 66 - 38 എത്രയാ? 28. അപ്പൊ നമ്മൾ പൊതു വ്യത്യാസമാണ് കാണാൻ പോകുന്നത്. പൊതു വ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? ആദ്യം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 66 - 38 എത്രയാണ്? 28 ഹരിക്കണം. ഇനി ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 9 - 5 4. അപ്പൊ പൊതു വ്യത്യാസം 7. അത് കിട്ടി. പൊതു വ്യത്യാസം 7 കിട്ടി. പൊതു വ്യത്യാസം നമ്മുടെ ചോദ്യം പൊതു വ്യത്യാസം എത്രയാണെന്നല്ല, x25 25ാം പദമാണ് കാണേണ്ടത്. 25ാം പദം കാണാനുള്ള വഴി എന്താണ്? അത്
ആദ്യത്തെ പദത്തോട് 24D കൂട്ടിയാൽ മതി. 25ാം പദം കാണാനുള്ള വഴി എന്താണ്? ആദ്യ പദത്തോട് 24D കൂട്ടിയാൽ എന്ത് കിട്ടും? 25ാം പദം കിട്ടും. 25 മൈനസ് 1D ആണ് 24D. ആ 24D ആദ്യ പദത്തോട് കൂട്ടിയാൽ 25ാം പദമായി. അതിനകത്ത് D നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? ആദ്യ പദം കിട്ടണം. ആദ്യ പദം എന്താണ്? എങ്ങനെ കാണാൻ പറ്റും? അത് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റും. x5 അഞ്ചാം പദം 38. x5 എന്ന് പറയുന്നത് എന്താ? അതായത് അഞ്ചാം പദം എന്ന് പറയുന്നത് എന്താ? ആദ്യ പദത്തോട് 4D കൂട്ടിയതാണ്. ആദ്യ പദത്തോട് 4D കൂട്ടിയ എത്ര കിട്ടി? 38 കിട്ടി. ഡിയുടെ വില നമുക്ക് കിട്ടി കഴിഞ്ഞു. എത്രയാ? 7 ആണ്. അപ്പൊ 4D എത്രയാ? 28 ആണ്. f പ്ലസ് 4D സമം 38 അല്ലേ? അപ്പൊ f പ്ലസ് 4D എന്ന് പറഞ്ഞാൽ എത്രയാ? D സമം 7. അപ്പൊ 4D 28 സമം എത്രയാണ്? 38. f പ്ലസ് 28 സമം 38 ആണെങ്കിൽ f എത്രയാ? 38 മൈനസ് 28 സമം എത്രയാ? 10. അപ്പൊ ആദ്യ പദം 10. നമുക്ക് 25ാം പദമാണ് കാണേണ്ടത്. അത് f പ്ലസ് 24D ആണ് അല്ലേ? f എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ 10 പ്ലസ് 24 ഗുണിക്കണം 7. D എന്ന് പറയുന്നത് 7. അത് എത്ര വരും? 168 അല്ലെ? 7 4 28 2 ബാക്കി 7 2 14 2 16. ഇനി 168 10 എത്രയാ? 178. ഇതാണ് ഇതിലെ ഈ സമാന്തര ശ്രേണിയിലെ 25ാം പദം. ക്ലിയർ? ഇത് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ, സ്വന്തമായി ചെയ്തു നോക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13, 24, 35 ഈ സമാന്തര ശ്രേണിയിൽ 101, 1001 എന്നീ സംഖ്യകൾ ഒരു പദമാണോ? 13, 24, 35 ശ്രേണീസ്. ഇതിലെന്താണ്? 101 ഒരു പദമാണോ എന്ന് കണ്ടുപിടിക്കണം. 1001 ഒരു പദമാണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിലെ ഇപ്പൊ 101 എന്ന സംഖ്യ എടുക്കുക. അത് പദമാണോ എന്ന് നമുക്ക് നോക്കണം. ഈ സീരീസിലെ 13, 24, 35 ഇങ്ങനെയുള്ള ശ്രേണിയാണല്ലോ. അതിൽ ഏതെങ്കിലും ഒരു സംഖ്യ, അത് 13 ആകാം, 24 ആകാം, 35 ആകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പദം എടുക്കാം. നമുക്ക് 13 എടുക്കാം. 13. ഇനിയിപ്പോ 101 അല്ലേ? അപ്പൊ 2 പദം കിട്ടി. ഒന്ന് ഇതിൽ നമുക്ക് തന്നിട്ടുള്ള പദം 13, നമുക്ക് കണ്ടുപിടിക്കേണ്ട പദം 101. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 88. ഇത് വ്യത്യാസമാണേ. അതായത് 101 മൈനസ് 13 അതാണ് ഇത് 88. ഓക്കെ. ഇതിന്റെ പൊതുവ്യത്യാസത്തെയാണ് 24 മൈനസ് 13 എത്രയാ? 11. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? 101 എന്ന ഈ പദം ഇത് ഈ സമാന്തര ശ്രേണിയിൽ ഉണ്ടോ എന്ന് അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരു പദം ഏതെങ്കിലും തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പദം സെലക്ട് ചെയ്യുക. ഞാൻ ചെയ്തത് 13 ആണ്. അപ്പൊ നമുക്ക് 101 കണ്ടുപിടിക്കേണ്ടത്. ആ 101 നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത 13 കുറച്ചപ്പോ എത്ര കിട്ടി? 88 കിട്ടി. ഇനി ഇതിന്റെ പൊതുവ്യത്യാസം നമ്മൾ നോക്കണം. പൊതുവ്യത്യാസം കാണാൻ ഇതിൽ നിന്ന് ഇത് കുറക്കാം, ഇതിൽ നിന്ന് ഇത് കുറക്കാം. അങ്ങനെയാണ്. 2ാം പദത്തിൽ നിന്ന് 1ാം പദം, അല്ലെങ്കിൽ 3ാം പദത്തിൽ നിന്ന് 2ാം പദം, അല്ലെങ്കിൽ 4ാം പദത്തിൽ നിന്ന് 3ാം പദം, ഏത് കുറക്കാം. അങ്ങനെ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഇനി ഇതിന്റെ വ്യത്യാസം, ഈ പദങ്ങളുടെ വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ കഴിയുമോ? 88നെ 11 കൊണ്ട് നിശ്ചയഹരിക്കാൻ കഴിയുമോ? കഴിയൂലേ? 8 കിട്ടി. അങ്ങനെയെങ്കിൽ 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. ക്ലിയർ? പദമാണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താ? 1001 എന്താ ചെയ്യാ? ഇതേപോലെ തന്നെ 1001 നമുക്ക് ഇഷ്ടമുള്ള പദം, ഞാൻ 35 എടുക്കാം. 35 എടുത്തു. മറ്റൊരു പദം അത് കുറക്കുന്നു. കുറച്ചാൽ കിട്ടും
966. 1001 മൈനസ് 35 സമം 966. അതിനെന്ത് ചെയ്യാം? ഈ 11 കൊണ്ട് ഹരിക്കാം. ഹരിച്ച നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ 1001 ഇതിലെ ഒരു പദമാണ്. പക്ഷെ 966 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല അല്ലേ? 96 8 പ്രാവശ്യം 88 കഴിച്ച് ബാക്കി വരുന്നത് എത്രയാ? 86 വരുന്നത്. 86 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അതായത് 1001 ഈ സമാന ശ്രേണിയിലെ പദമല്ല. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഇപ്പൊ മൂന്നക്ക സംഖ്യകളാണ്. മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത് എവിടെയാ? 100 നിന്നാണ് അല്ലെ? അവസാനിക്കുന്നത് എവിടെയാ? 999. അതായത് 100നും 999 ഇടയിലുള്ള സംഖ്യകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് 7 കൊണ്ട് ഹരിച്ച് 3 ശിഷ്ടം വരുന്ന സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും കണ്ടുപിടിക്കാന്നുള്ളതാണ്. ആദ്യത്തെ 7 കൊണ്ട് ഹരിച്ച് 3 ശിഷ്ടം വരുന്ന ആദ്യത്തെ സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ, ഇത് രണ്ടും കണ്ടുപിടിക്കണം. അതിനെന്താ വഴി? 14,798. 14,798. അടുത്ത സംഖ്യ ഏതാ? അതിന്റെ കൂടെ 3 കൂട്ടിയാൽ 101. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്ന ചോദ്യത്തിന്റെ ആദ്യത്തെ സംഖ്യ 101. മൂന്നക്ക സംഖ്യ. ഈ 14,798 98ന്റെ കൂടെ 3 കൂട്ടിയപ്പോ 101 കിട്ടി. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടി. ഇനി ആ സീരീസിലെ അവസാനത്തെ സംഖ്യ കിട്ടണം. അതിന് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? നമ്മളിപ്പം ഇങ്ങനെ കുറെ ഗുണിച്ച് ഹരിച്ചൊക്കെ സമയം പോകേണ്ടി വരും അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. 140നെ 7 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 980 വരും. 980 101 അത് 1000ന് മേലെ പോയി പോകും അല്ലേ? 101ന്റെ കൂടെ 7 കൊണ്ടുള്ള നിശ്ചയം. അപ്പൊ 100 ഗുണിക്കണം 7 700 801. അത് പോരാ. അതിന്റെ കൂടെ ഒരു 140 കൂടെ കൂട്ടി. അപ്പൊ 941. അത് പോരാ. അതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് കൂട്ടാൻ സംഖ്യ ഏതാ? 8756. അത് കൂട്ടി 997. നമുക്ക് വലിയ സംഖ്യ കിട്ടി. എത്രയാ? അത് 997. ഇനി എന്താ ചെയ്യാം? 997 നിന്ന് 101 കുറക്കുന്നു. കുറച്ച് എത്ര കിട്ടി? 6 9 8. ആ 896നെ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പോ 8ല് 1 7 19ല് 2 2 7 14 56 8 8 7 56 128 കിട്ടി. ആ 128ന്റെ കൂടെ 1 കൂടെ കൂട്ടുക. 129 ഈ ചോദ്യത്തിന്റെ ഉത്തരം. ചെയ്ത മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിച്ചു 101. രണ്ടാമത് അതിലെ മൂന്നക്ക സംഖ്യ വരുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിച്ചു. അത് 997. ആ 997 നിന്ന് 101 കുറച്ചു. അത് 896. 896നെ 7 കൊണ്ട് ഹരിച്ചു. ഹരിച്ചപ്പോൾ അത് കിട്ടി 128. ആ 128ന്റെ കൂടെ 1 കൂട്ടിയാൽ ഇതിന്റെ ഉത്തരമായി. ഓക്കെ. ഇനിയും ധാരാളം ചോദ്യങ്ങള് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളും ആശയങ്ങളും അത് നമുക്ക് അടുത്ത ഭാഗം